ബിഗ് ബോസിലെ ടീമും ഈ ഗബ്രി എല്ലാം കൂടെ കൂടിയിട്ട് ജാസ്മിൻ എടുത്ത് എന്ത് പരിപാടി ചെയ്യണം എനിക്ക് മനസ്സിലാണില്ല. എന്താ ഇതിനൊക്കെ ഒരു ഇത് സത്യത്തില് ഒന്നും മനസ്സിലാണില്ല. ഫ്രണ്ട്സ് ഹായ്, ഇന്ന് ബിഗ് ബോസ് കാര്യങ്ങളാണ് സംസാരിക്കാൻ പോണത്. ബിഗ് ബോസ് സീസൺ 6. ഓക്കെ, എവിടെ കൊണ്ട് ചെന്ന് അവസാനിക്കുന്ന ഒരു രക്ഷയില്ല മക്കളെ. ബിഗ് ബോസ് അമ്മാതിരി പോക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ബിഗ് ബോസിൽ ഇപ്പം പുതിയൊരു സംഭവം വന്ന ഒരു വീഡിയോ ഉണ്ട്. ബിഗ് ബോസിൽ വീഡിയോ ക്ലിപ്സും കാര്യങ്ങളാണ് ഞാൻ കണ്ടത്. അപ്പോൾ അത് കണ്ടപ്പോൾ പല ആൾക്കാരും ഗബ്രിയെ കുറ്റപ്പെടുത്തി സംസാരിച്ചു. അതുപോലെ തന്നെ ജാസ്മിനല്ല ഗബ്രി. ഓക്കെ, സത്യത്തിൽ ആ സീന് ഞാൻ കണ്ടിട്ടില്ല. ബട്ട് എന്തൊരു ഗെയിമിൻ്റെ ഭാഗമായിട്ട് ഗബ്രിയെയും ജാസ്മിനെയും റൂമിൽ ലോക്ക് ചെയ്തു പവർ ടീം എന്നാണ് പറഞ്ഞത്. പവർ ടീം എന്ന് പറയുന്നത് ജാസ്മിനും ഗബ്രിയും വെച്ചിട്ടുള്ള ബാക്കിയുള്ള ആൾക്കാരാണ് ഇപ്പോഴത്തെ പവർ ടീം. അപ്പോൾ അവരെല്ലാവരും കൂടി കൂടിയിട്ട് ജാസ്മിനും ഗബ്രിയും ലോക്ക് ചെയ്തു എന്ന് വെച്ചാൽ എന്തൊരു ഗെയിമിൻ്റെ ഭാഗമാണ്. അപ്പോൾ അതിലെന്തോ ഗബ്രി എന്തോ മോശമായിട്ട് എന്തോ സംസാരിച്ചു എന്ന് പറഞ്ഞിട്ട് ഗബ്രിയോട് മാപ്പ് പറയാൻ പറഞ്ഞു. ഗബ്രി മാപ്പ് പറയില്ല എന്ന് ഭയങ്കര വാശി എന്ന് പറഞ്ഞാൽ അങ്ങേയറ്റം വാശി. ജാസ്മിനുണ്ട് അതിൻ്റെ അകത്ത്. ജാസ്മിൻ വാതിൽ തുറക്ക് എന്നൊക്കെ പറയുന്നുണ്ട്, ഡോർ തുറക്കാൻ പറയുന്നുണ്ട്. പക്ഷെ അവർ മൈൻഡ് ആക്കുന്നില്ല കേട്ടോ. അപ്പോൾ ഗബ്രി മാപ്പ് പറഞ്ഞാൽ വാതിൽ തുറക്കാമെന്ന് പവർ ടീം പറഞ്ഞപ്പോൾ ഗബ്രി എന്തായാലും മാപ്പ് പറയൂല. അഭിമാനം, ഗബ്രി മാപ്പ് പറയില്ല എന്ന് പറഞ്ഞു. ജാസ്മിൻ പറയുന്നുണ്ട് എനിക്ക് പീരിയഡ്സ് ആണ്, എനിക്ക് മാറ്റണം, എനിക്ക് ബാത്റൂം പോകണം, അത്യാവശ്യമാണ് എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോഴും പവർ ടീം പറയുന്നു അവൻ മാപ്പ് പറഞ്ഞാലേ ഞങ്ങൾ തുറക്കുള്ളൂ. ഗബ്രിയും ഭയങ്കര വാശിയിലാണ്, ഞാൻ മാപ്പ് പറയില്ല. അത് കണ്ടപ്പോൾ എനിക്ക് ഗബ്രിൻ്റെ ചെപ്പക്കുറ്റി നോക്കി ഒന്ന് കൊടുക്കാൻ തോന്നിയിട്ടോ. സത്യം പറഞ്ഞാൽ എനിക്ക് തോന്നിയിട്ടുണ്ട്. ഈ ജാസ്മിൻ പറഞ്ഞത് കള്ളമാണോ സത്യമാണോ എന്നും അതും അറിയില്ല. ബട്ട് എന്തായാലും ഒരു പെൺകുട്ടി പറയുന്ന കാര്യമില്ലേ, അതുകൊണ്ട് അത് സത്യമായിരിക്കാം നമുക്ക് മനസ്സിൽ വിചാരിക്കാം കേട്ടോ. അവളെ സ്വഭാവം വെച്ചിട്ട് എന്താണെന്ന് അറിയില്ല. അപ്പോൾ എനിക്ക് തോന്നിയത് അവൻ്റെ മോന്തക്കിട്ട് കൊടുക്കാനാണ്. കാരണം ഈ അവസ്ഥ അവനാണ് വന്നിരുന്നെങ്കിലോ, അതെന്താ അവൻ ചിന്തിക്കാത്തത്? പിന്നെ ആ പവർ ടീമിലെ ആൾക്കാർക്കും, കാരണം അവിടെ എന്ത് ഗെയിമാണെങ്കിലും ഒരു പെൺകുട്ടിക്ക് ബാത്റൂം പോകണമെന്ന് പറഞ്ഞാൽ ആർക്കാണെങ്കിലും, ഇനിയിപ്പോൾ പെൺകുട്ടി പോട്ടെ, ആർക്കാണെങ്കിലും അത്യാവശ്യമായിട്ട് എനിക്ക് ടോയ്ലറ്റ് പോകും, ആരെങ്കിലും റൂം ലോക്ക് ചെയ്യും. സാമാന്യ ഒരു ബുദ്ധിയുള്ള ആൾക്കാർ, കോമൺ സെൻസ് ഉള്ള ആൾക്കാർ. സത്യം പറഞ്ഞാൽ ചില സമയത്ത് ബിഗ് ബോസിൻ്റെ ഷോ കാണുമ്പോൾ എനിക്ക് തന്നെ മനസ്സിലാവുന്നില്ല, ഒരു കോമൺ സെൻസും ഇല്ല, ഒരു രീതിയിലുള്ള ഒരു ഹ്യൂമാനിറ്റേറിയൻ ആപ്റ്റിറ്റ്യൂഡ്, ഒരു സംഭവമില്ലാത്തൊരു ഷോ. ഞാൻ ബിഗ് ബോസിനെ മൊത്തത്തിൽ നെഗറ്റീവായിട്ട് പറയില്ല, പക്ഷെ ഇങ്ങനെയൊക്കെ കാണുമ്പോൾ പ്രതികരിച്ച് പോകും സത്യം പറഞ്ഞാൽ. കാരണം ബാത്റൂമിൽ പോകണമെന്ന് പറഞ്ഞാൽ ആരെങ്കിലും ലോക്ക് ചെയ്ത് തുറക്കാതിരിക്കുമോ? അത് എന്തിനത്ര ആലോചിക്കേണ്ട അവസ്ഥ എന്താ? അതുപോലെ തന്നെ മറ്റവൻ ഞാൻ പറയുള്ളൂ, അവനാണെങ്കിലും ഒരു മനുഷ്യത്തല്ലേ അവൻ മാപ്പ് പറയില്ല. അവൾക്ക് ബാത്റൂം, അവന് ജസ്റ്റ് മാപ്പ് പറഞ്ഞാൽ തീരാവുന്ന പ്രശ്നമുള്ളൂ. ഇവരുടെ ഭാഗത്തുനിന്ന് സത്യത്തിൽ ഇവൻ്റെ കള്ളി പൊളിച്ചെടുക്കാനാണ്. കാരണം ഇഷ്ടമാണോ ഇഷ്ടമല്ല, ഇവളോട് ഇഷ്ടമുണ്ടോ എന്ന് അറിയാമായിട്ടൊരു ടെസ്റ്റിംഗ് ആണ് ഈ പവർ ടീമിൻ്റെ സൈഡിൽ നിന്ന്. അപ്പോൾ നാടകം പൊളിച്ചെടുക്കാൻ വേണ്ടിയിട്ട് അവർ ചെയ്ത പരിപാടിയാണ്. അപ്പോൾ അവർക്കത് മനസ്സിലായി നാടകമാണെന്ന് അവരും പറയുന്നതാണ്. അത് നാടകമാണ്. ശരിക്കുള്ള ഇഷ്ടമാണെങ്കിൽ എന്തൊക്കെ പറഞ്ഞാലും ഒരു ഭാര്യയ്ക്കോ കാമുകിക്കോ അല്ലെങ്കിൽ നമ്മൾ സ്നേഹിക്കുന്ന ആർക്കാണെങ്കിലും, അല്ലെങ്കിൽ ആരായിക്കോട്ടെ, നമ്മൾ സ്നേഹിക്കുന്ന ആരായിക്കോട്ടെ, ഇങ്ങനെ അത്യാവശ്യമായിട്ട് ബാത്റൂം പോകണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരെങ്കിലും എന്തിൻ്റെ പേരിലായാലും ഒരു കോംപ്രമൈസിന് തയ്യാറാവും. പക്ഷേ ഇവിടെ ഗബ്രി ഒന്നിനും തയ്യാറായിട്ടില്ല. അവൻ ആ വാശി തന്നെ നിൽക്കുവാണ്. അവൻ്റെ ഇത് വിട്ടിട്ടില്ല, ഈഗോ വിട്ടിട്ടില്ല. അപ്പോഴാണ് പവർ ടീം പറഞ്ഞത് ഞങ്ങൾ ജയിച്ചു എന്ന് പറഞ്ഞത്. ഓക്കെ, അപ്പോൾ ഇതിൽ എനിക്ക് മനസ്സിലായ കാര്യം, എന്നിട്ട് പവർ ടീം കുറച്ച് കഴിഞ്ഞ ശേഷം ഒരു ഡിസ്കഷൻ വെച്ചു, വായി തുറന്നു കൊടുക്കുക. കാരണം ജാസ്മിന് അത്യാവശ്യമായിട്ട് പോകേണ്ടതല്ലേ, കാരണം നമ്മളെ ഭാഗത്ത് നമ്മൾ പരിഗണിക്കുക എന്ന് പറഞ്ഞിട്ട് അവരെന്തൊക്കെ വാതിൽ തുറന്നു കൊടുത്ത് നോക്കുന്നു. പക്ഷേ എന്തൊക്കെ പറഞ്ഞാലും അവർ ആലോചിച്ച് ചെയ്യേണ്ട കേസൊന്നും അല്ലത്. അതിൽ ഒരാളെങ്കിലും സംസാരിക്കണം, അത്യാവശ്യമായിട്ട് ആ കുട്ടിക്ക് ബാത്റൂം പോട്ടെ, എന്തിൻ്റെ ബേസിലായാലും. എനിക്കത് കാണുമ്പോൾ ഭയങ്കരധികം ഒരു വല്ലാത്തൊരു നെഗറ്റീവ് ഫീലിംഗ് കിട്ടും. ഇതുപോലത്തെ സംഭവങ്ങൾ കാണുമ്പോൾ ജാസ്മിൻ പറയുന്ന സത്യമായാലും നുണയായാലും ലീവ് ഇറ്റ്. ബട്ട് ഒരാൾ ബാത്റൂം പോകണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ആരും ചെയ്യുന്ന പണിയാണോ അത്? ഇതൊക്കെ ഒരു വാട്ട് ഈസ് ദ എന്താ പറയുക, ഒരു ഹ്യൂമാനിറ്റേറിയൻ കോൺസെപ്റ്റ് എവിടെ ഒരു ഹ്യൂമാനിറ്റി എവിടെ? എന്നിട്ട് ഇതിനൊക്കെ സപ്പോർട്ട് ചെയ്യുന്ന കുറേ ആൾക്കാരുണ്ട്, സോ സീസൺ 6 ഒരുപാട് നെഗറ്റീവ്സ് ഉണ്ട് കേട്ടോ. കമ്പാരിറ്റീവ്ലി കഴിഞ്ഞിട്ടുള്ള 5 സീസണെ വെച്ച് നോക്കുകയാണെങ്കിൽ ഇപ്രാവശ്യം സീസണിൽ ഒരുമാതിരിപ്പെട്ട കണ്ടസ്റ്റൻസാണ് ഉള്ളത്. ഒരു മനുഷ്യത്വം ഇല്ലാത്ത, സ്നേഹമില്ലാത്ത, എല്ലാവരോടും റിവെഞ്ച് ചെയ്യുന്ന, അല്ലെങ്കിൽ എന്തൊക്കെയോ നാടകം കളിക്കുന്ന കുറേ ടീമിനെ കാണും.
പിന്നെ ഇതുപോലത്തെ ഒരുപാട് നെഗറ്റീവ്സ് സംഭവങ്ങളും. ബിഗ് ബോസ് മറ്റേ റോക്കിയുടെ കേസ് ഉണ്ടല്ലോ, എനിക്ക് സത്യം പറഞ്ഞാൽ റോക്കി ഒരു സൈക്കോ ആയിട്ടുള്ള ഒരാളാണ്. എനിക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ട്, സൈക്കോ കണ്ടസ്റ്റൻ്റ് ആണ്. ആ റോക്കി സിജോനെ അടിച്ചതിന് ശേഷം ഉണ്ടായിട്ടുള്ള ഒരുപാട് പ്രശ്നങ്ങളുണ്ട് ബിഗ് ബോസിനെതിരെ. കോടതി കേസും കാര്യങ്ങളൊക്കെ എന്തൊക്കെയോ ഇഷ്യൂസായിട്ട് ഇപ്പം പോകുന്നുണ്ട്. പുറത്താരൊക്കെയോ കേസും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ടെന്നൊക്കെയാണ് ന്യൂസ്. അപ്പോൾ അതിൻ്റെ വശം അങ്ങനെ. പിന്നെ ജാസ്മിൻ ഗബ്രിയുടെ പല പ്രശ്നങ്ങളും ഇങ്ങനെ. പിന്നെ അതിൻ്റെ അകത്തുള്ള ആൾക്കാരെ ഒരുമാതിരി കോപ്രായങ്ങൾ അങ്ങനെ. മൊത്തത്തിൽ പ്രോബ്ലംസാണ് ബിഗ് ബോസ് സത്യത്തിൽ. അപ്പോൾ ഇതിൽ എടുത്ത് കളയേണ്ട കുറേ ആൾക്കാരെ എന്തുകൊണ്ട് എടുത്ത് കളയുന്നില്ല എന്നുള്ളത് എനിക്ക് അറിയുന്ന കാര്യം പറയുകയാണെങ്കിൽ, ആൾക്കാർക്ക് ഇതുപോലത്തെ സംഭവങ്ങളാണ് കാണാൻ ഇഷ്ടം കൂടുതൽ. ഈ അടി ഇടി ബഹളം, ഇതുപോലത്തെ തന്നെ അന്യൻ്റെ ഭാര്യയെ പ്രേമിക്കുക, അന്യൻ്റെ കാമുകിയെ നോക്കുക, അങ്ങനത്തെ സംഭവങ്ങൾ, അതുപോലെ തന്നെ ഇതുപോലത്തെ ഓരോരോ സംഭവങ്ങളൊക്കെ കാണാൻ ഇൻട്രസ്റ്റഡ് ആണ്. അതുകൊണ്ട് അത് വ്യൂസ് കൂട്ടുന്നുള്ള സംഭവം കൊണ്ട് ഏഷ്യാനെറ്റും അതുപോലത്തെ അതിൻ്റെ ആൾക്കാരും അത് കൊണ്ടുപോകുന്നു. ദാറ്റ്സ് ഇറ്റ്. അതാണ് പിന്നെ നാടകം. സത്യത്തിൽ അതാണ് അത് വേറെ കാര്യം. അപ്പോൾ ഇതൊക്കെ സത്യത്തിൽ എനിക്ക് ചില കാര്യങ്ങൾ സംഭവം ഷോ ഒക്കെ നല്ലതാണ്, എൻ്റർടൈൻമെൻറ്റ് നല്ല കാര്യമാണ്. എല്ലാവർക്കും ഇഷ്ടമാണ് ഇതൊക്കെ കാണാനും ഇങ്ങനത്തെ എൻ്റർടൈൻമെൻറ്റ് ആസ്വദിക്കാനും വളരെയധികം ഇഷ്ടമുള്ള കാര്യങ്ങളാണ്. പക്ഷെ ഒരു പരിധി വിട്ട് അപ്പുറം പോയി കഴിഞ്ഞാൽ അത് വളരെ ബുദ്ധിമുട്ടാണ്. ഒരു ലിമിറ്റ് കഴിഞ്ഞാൽ, അതായത് ഒരു എല്ലാത്തിനും ലിമിറ്റ് ഉണ്ട്. അപ്പോൾ നമ്മൾ പറയുമല്ലോ, നമുക്ക് ബുദ്ധിമുട്ടുള്ളൊരു സ്റ്റേജ്, അതായത് നിൽക്കാൻ പറ്റാത്തൊരു സ്റ്റേജ്, അത് കഴിഞ്ഞാൽ അത് വളരെ ഡേഞ്ചറാണ്. അപ്പോൾ ആ പരിധിയിലോട്ട് എത്തിയിട്ടുണ്ടോ ബിഗ് ബോസ് ഇപ്പോൾ പല രീതിയിലും പല ഘട്ടത്തിലും എനിക്ക് തോന്നിയ ഒരുപാട് സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഒരുപാട് സംഭവങ്ങൾ, അതായത് അത് എന്തിൻ്റെ ബേസിസിലാണ് അല്ലെങ്കിൽ എന്താണ് അതിൻ്റെ ഒരു ഇത് എനിക്ക് മനസ്സിലായിട്ടില്ല. നിങ്ങൾക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പറയട്ടോ. അപ്പോൾ ഇങ്ങനെ ഒരു സംഭവം കണ്ടപ്പോൾ എനിക്ക് സംസാരിക്കണം തോന്നി. കാരണം ഈ പല ആൾക്കാരും പെൺകുട്ടികൾ തന്നെ ഇതിനെക്കുറിച്ച് സംസാരിക്കാറുണ്ട്. എനിക്ക് മാസത്തിലാവുന്ന ഈ പീരിയഡ്സും കാര്യങ്ങളും അതുകൊണ്ട് ഉണ്ടാവുന്ന ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊക്കെ സംസാരിക്കുന്ന ഒരുപാട് ഫെമിനിസ്റ്റുകളും പെൺകുട്ടികളൊക്കെ ഉള്ള ഒരു ഇതാണിത്. അപ്പോൾ ഇവിടെ ഇങ്ങനെ ഒരു സംഭവം വരുമ്പോൾ ഒരു പെൺകുട്ടിക്ക് വളരെയധികം ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന സ്റ്റേജാണ് ഈ സംഭവം. ഈ സമയത്ത് ഉണ്ടാകുന്ന ബുദ്ധിമുട്ട്, വയറുവേദന, കാര്യങ്ങൾ, ഈ പീരിയഡ്സ് എന്നൊക്കെ പറയുന്നത്. അപ്പം അങ്ങനെ നിൽക്കുന്ന ഒരാൾക്ക് വാതിൽ തുറന്നു കൊടുക്കാതെ അകത്ത് നിന്ന് പൂട്ടുക, അല്ല പുറത്തുനിന്ന് പൂട്ടുക, എന്നിട്ട് നീ മാപ്പ് പറഞ്ഞാൽ തുറന്നു കൊടുക്കുമെന്ന് പറഞ്ഞ് വാശി പിടിക്കുക. അത് പുറത്തുള്ള ടീമായാലും അകത്തുള്ള അവനായാലും എല്ലാം കണക്കാണ്. ഞാൻ ഒരാളെ മാത്രം ഇതിന് സപ്പോർട്ട് ചെയ്ത് സംസാരിക്കില്ല. രണ്ടുപേരും ഇതിന് തന്നെയാണ്. കാരണം അതിലും കുറേ പെൺകുട്ടികളുണ്ടല്ലോ പുറത്ത് നിൽക്കുന്നതിൽ, ഒത്തിരി കണ്ടസ്റ്റൻസ് ലേഡീസാണ്. അത് ഒരാളെങ്കിലും ഒരു ഇത് വേണ്ടേ? അതൊന്നും ഞാനിവിടെ കാണുന്നില്ല. എന്താണിത് എനിക്ക് മനസ്സിലാവുന്നില്ല. എന്താണിതിങ്ങനെ? വളരെ മോശമാണ് കേട്ടോ, വളരെ മോശമാണ്. ഇതിനൊന്ന് പ്രതികരിച്ച്, ഞാനൊരു ആണാണ്, പക്ഷെ എനിക്ക് പോലും അത് കണ്ടപ്പം വളരെയധികം ഇത് തോന്നി. എന്തിൻ്റെ കളിയാണെങ്കിലും എന്ത് ഗെയിമാണെന്നൊക്കെ പറയാൻ പറ്റുള്ളൂ. ഇത് എന്ത് ഗെയിമാണിത്? ഇതൊന്നും ഒരു ഗെയിമല്ല. ഇതൊന്നും ഒരു ഗെയിമല്ല സത്യത്തിൽ. ഇറ്റ്സ് വെരി ബാഡ്. ഇറ്റ്സ് വെരി വെരി ബാഡ്. സോ എന്താകുന്നു ഒരു പിടുത്തമില്ല കേട്ടോ. ഈ പ്രാവശ്യത്തെ ബിഗ് ബോസ് മൊത്തത്തിൽ അടിച്ചങ്ങ് തൂക്കും തോന്നുന്നുണ്ട്. മൊത്തത്തിൽ ലാസ്റ്റ് ആരെയും ബാക്കിയാണോ? നമ്മൾ നമ്മൾ ഓഡിയൻസ് അല്ലാത്ത ആരും ഉണ്ടാവും അതിൽ. നമ്മൾ മാത്രമേ ഉണ്ടാവുള്ളൂ തോന്നുന്നുണ്ട്. എല്ലാവരും അടിച്ച് തൂക്കും തോന്നുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ തന്നെ പറയാനുള്ളത്, കൂടുതലൊന്നും പറയാനില്ല. ഓരോ എപ്പിസോഡോ അല്ലെങ്കിൽ ഓരോ വീഡിയോ കാണുമ്പോഴും അതിൽ പറയാൻ കുറേ സംഭവങ്ങളുണ്ട്. അതായത് അത്രത്തോളം നെഗറ്റീവ്സ് വാങ്ങിയ ഒരു സീസൺ ഇതുപോലെ വേറെ ഉണ്ടാവില്ല. അത്രത്തോളം ഉണ്ട്. പിന്നെ ഇതിലെ കണ്ടസ്റ്റൻസ് എല്ലാം കണക്ക് തന്നെ കേട്ടോ. എല്ലാം ഒന്നൊന്നിനും മെച്ചാണ്. അത്രത്തോളം എന്ത് പറയുക, അങ്ങനത്തെ കണ്ടസ്റ്റൻസ് അതിലുള്ളത്. പറയാൻ വാക്കുകളില്ലാത്ത കണ്ടസ്റ്റൻസ്. അപ്പോൾ അത്രേ ഉള്ളൂ ഗൈസ്. എന്തായാലും അടുത്ത കാര്യങ്ങൾ പറയാം. പുതിയ പുതിയ വീഡിയോസും കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട്. എൻ്റെ ഒപ്പീനിയൻ ഞാൻ പറയും, എനിക്ക് തോന്നിയിട്ടുള്ള ഒപ്പീനിയൻ. നിങ്ങളിങ്ങനെ കൂടാതിരിക്കാം. അപ്പോൾ അടുത്ത വീഡിയോ കാര്യങ്ങൾ കൊണ്ടുവരും. മാക്സിമം നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, ബൈ.